ഹലോ, അസ്സലാമു അലൈക്കും. ഗോൾഡൻ ഡൗവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുരിദാർ ടോപ്പിൻ്റെ നെക്കിലും സ്ലീവിലും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഗോൾഡൻ കളറ് ചെറിയ മുത്ത് കുറച്ച് വേണം, പിന്നെ സിൽക്കിൻ്റെ ഒരു നൂല് വേണം, 2 നീഡിൽ വേണം. അതൊന്ന് വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിൽ വേണം. അത് ഈ മുത്തിൻ്റെ ഹോള് വളരെ ചെറുതാണ്, മുത്ത് കയറാൻ പാകത്തിനുള്ള അത്രയും നൈസായിട്ടുള്ള ഒരു നീഡിലായിരിക്കണം. മറ്റേത് ഒരു സാധാരണ നീഡിലും. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ടോപ്പിലാണ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായി നെക്കിന് ചുറ്റും 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ബോട്ട് നെക്കിൽ തയ്ച്ചിട്ടുള്ള ഒരു ടോപ്പാണിത്. മാർക്ക് ചെയ്ത് ഭാഗത്തുകൂടെ നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അത് ഞാനിതൊരു വേസ്റ്റ് തുണിയിൽ തുന്നി കാണിക്കാം. അതിനായി 2 ലെയർ നൂല് വലിയ സൂചിയിൽ കോർത്തെടുക്കണം. റിങ്ങിട്ട് ടൈറ്റ് ചെയ്ത തുണിയുടെ അടിയിലൂടെ സൂചി കുത്തിയെടുക്കണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒന്നുകൂടെ കുത്തി സൂചിയിൽ ഒരു 10 തവണയെങ്കിലും, ചുരുങ്ങിയത് 10 തവണയെങ്കിലും നൂല് ചുറ്റിയെടുക്കണം. 10 കൂടിയാലും കുറയരുത്. ചുറ്റിയെടുത്ത ശേഷം അത് പതുക്കെ സാവധാനത്തിൽ സൂചി ഒന്ന് തിരിച്ച് മുകളിലേക്ക് ഊരിയെടുക്കണം. അധികം ടൈറ്റാക്കി ചുറ്റരുത്, അധികം ടൈറ്റാക്കിയ സൂചി ഊരിയെടുക്കാൻ കിട്ടില്ല. പതുക്കെ സാവധാനത്തിൽ വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം സൂചി താഴോട്ടേക്ക് കുത്തി കൊടുക്കാം. താഴോട്ട് കുത്തിയെടുത്ത സൂചി തുന്നിയതിൻ്റെ തൊട്ട് താഴെ തുണിയോടുകൂടെ ചേർത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിയതിന് ശേഷം 1-2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് വീണ്ടും സൂചി കുത്തി പഴയതുപോലെ തന്നെ സൂചിയിൽ 10-12 ചുറ്റി കൊടുക്കണം. എന്നിട്ട് ധൃതി വെക്കാതെ സാവധാനത്തിൽ വലിച്ചെടുക്കണം. ധൃതി വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് കിട്ടില്ല, അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. കണ്ടില്ലേ? ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് കുത്തി കെട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ നെക്കിന് ചുറ്റും ചെറിയൊരു ഗ്യാപ്പിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനിടയിൽ മുത്ത് കോർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ചെറിയ സൂചിയിൽ നൂല് കോർക്കാം. നൂലിൻ്റെ അടിയിൽ കെട്ടിട്ട്, ഇതേപോലെ അതിൻ്റെ അടിയിൽ കെട്ടിട്ട് നൂല് മുകളിലേക്ക് വലിച്ച് അതിൽ മുത്ത് കോർത്തെടുക്കണം. മുത്ത് കോർത്ത ശേഷം മുത്തിന് തൊട്ട് താഴെ സൂചി കുത്തിയെടുത്ത് തുണിയോടുകൂടെ ചേർത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം. വീണ്ടും സൂചി അതേ സ്ഥലത്ത് തന്നെ കുത്തി ആ മുത്തിനുള്ളിലൂടെ ഒരു തവണ കൂടെ കോർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുത്തിന് നല്ല ഉറപ്പുണ്ടാകും. ചുരിദാർ കീറിപ്പോയാലും വർക്ക് ഇളകിപ്പോവില്ല. 2 തവണ കുത്തി 2ാം തവണ അതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്ത മുത്ത് കോർക്കാനായി കെട്ടിയെടുക്കാം. ഓരോ തവണയും കോർത്ത് കഴിഞ്ഞ ശേഷം നൂല് കട്ട് ചെയ്യണമെന്നില്ല, കട്ട് ചെയ്യാതെ തന്നെ കോർത്ത് കൊടുക്കാം. ഇനി ടോപ്പിൽ ചെയ്യുന്നത് കാണിക്കാം.
ഇതൊരു ഷിഫോണിൻ്റെ ടോപ്പിലാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്തതുപോലെ തന്നെ സൂചി കുത്തിയെടുത്ത് സൂചിയിലൊരു 10-12 തവണ ചുറ്റിയെടുത്ത് പതുക്കെ വലിച്ചെടുക്കാം. ഇത് വളരെ നൈസായിട്ടുള്ള തുണി ആയത് കാരണം ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ചേർത്താണ് തുന്നുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. ഫ്രണ്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞാണ്, ഇപ്പം ബാക്കിലേക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ അടുത്തടുത്തായി ചെയ്ത് കൊടുത്ത് ഓരോ ഡിസൈൻ്റെ അടിയിലും കെട്ടിട്ട് കൊടുക്കണം. അടിയിൽ നൂല് വെട്ടാത്തത് കൊണ്ട് അടിവശം ഇതിങ്ങനെ ഉണ്ടാവും. ഇത് പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ വേണമെങ്കിലൊന്ന് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ലീവാണ്. സ്ലീവിലും അതേപോലെ തന്നെ തുന്നിയിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് വെച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇടുമ്പം വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.